ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. എന്റെ കസിൻ ക്രിസ്റ്റിയുടെ സമ്മതത്തിന്റെ തലേ ദിവസമാണ്. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്റെ കസിൻ ഉണ്ട്. എന്റെ കസിൻ ചേച്ചി ക്രിസ്റ്റിയുടെ സമ്മതത്തിന്റെ തലേ ദിവസമാണ്. തലേദിവസം നാളെയാണ്, പക്ഷെ നമ്മൾ ഇന്നാണ് തലേദിവസമായിട്ട് നടത്തുന്നത്, വ്യാഴാഴ്ച. ഇതെപ്പോഴാണ് വീഡിയോ വരാന്ന് അറിയില്ല, കാരണം എനിക്ക് എക്സാം ഒക്കെ ആയിട്ട് നടക്കണേ. അപ്പൊ ഗൈസ് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നമ്മുടെ ഡാൻസ് കലബറേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ അതായിരിക്കും ഇന്നത്തെ പരിപാടി, ക്രിസ്റ്റി ചേച്ചിയുടെ സമ്മതത്തിന്റെ തലേദിവസം. സോ ലെറ്റ്സ് സീ. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. മുണ്ട് വിത്ത് ദേശിതായിട്ട് വന്നു കേട്ടോ. അപ്പൊ ഗൈസ് ചെക്കൻ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഗൈസ് ഇനി അവിടേക്ക് പോയിട്ട് വരാം. ഓക്കെ, നമ്മളിവിടെ എത്തി. ഫസ്റ്റ് ആയിട്ട് നമുക്ക് മീറ്റിംഗ് സാർ മെയിൻ ദിവസം ഹായ് പറഞ്ഞേ. ഡാൻസ് പിടിച്ചിട്ടുണ്ടോ? സമ്പാദത്തിനുള്ളത് പിടിക്കാം. സമ്പാദത്തിന് കിട്ടില്ല സാധനങ്ങൾ ഇറക്കണം. കുറച്ച് ടഫാണ്. പിന്നെ നമ്മൾ പിന്നെ ഡാൻസേഴ്സ് ആയതുകൊണ്ട് അഞ്ചിന് ചോറാതാ അരുൺ ചേട്ടൻ 100 ദിവസം കൊണ്ട് പഠിച്ചിട്ട് ഇന്നത്തെ പ്രധാന അതിഥി പോളിനെ കാണിച്ചു തരാം. ഏറ്റവും നമ്മള് മുതി ഒന്ന് സെറ്റ് ആകണ കാര്യം നോക്കിയിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു നന്നായിട്ടാ. നല്ല രസമുണ്ട്. ഞാനാണ് ട്രിപ്പ് കൊടുത്തെ ഒക്കെ ഉണ്ടായിരുന്നു. തുടങ്ങാറായി. സണ്ണി കിട്ടിയിട്ടുണ്ട്, കേക്ക് കിട്ടിയിട്ടുണ്ട്. ഫാമിലി കൊടുക്കട്ടെ. ഇപ്പൊ കുളിപ്പിക്കണ ടൈമാണ്. അപ്പൊ 3 വട്ടം ചോദിക്കും. അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. വേണ്ട 2 വട്ടം വേണ്ട. അടുത്ത് ചന്തം ചാർത്തണതാണ്. അപ്പൊ അതിന് ചോദിക്കും ഇതുപോലെ 3 വട്ടം ചന്തം ചാർത്തട്ടെ, ചന്തം ചാർത്തട്ടെ. ഹലോ ചന്തം ചേർത്തിട്ട് വേണ്ട. പെണ്ണ് ചന്തം ചേർത്തിട്ട് മധുരം കൊടുക്കട്ടെ. വേണ്ട. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. വേണ്ടേ? പെണ്ണിന് മധുരം കൊടുക്കട്ടെ. കണ്ടില്ലേ കർപ്പൂര പന്തലില് ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരു വന്നല്ലോ കർപ്പൂര പന്തലില് പുഞ്ചിരിച്ചു പുത്തനൊളി വരത്തി. വെള്ളം കുടിപ്പിക്കട്ടെ. കൃഷിക്ക് വെള്ളം കൊടുക്കട്ടെ. ചോറ് കൊടുക്കണ ഒരു ചടങ്ങുണ്ട്. അത് ഞാനാണ് ചെയ്യണേ. ക്രിസ്ത്യനും പോളിനും ചോറ് കൊടുക്കുന്ന ചടങ്ങിനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചേച്ചിക്ക് ചോറ് കൊടുക്കട്ടെ. ഇനി അശ്വിതന്നെ വിളിക്കാൻ. അശ്വിതനാണ് ചെക്കൻ. കാണിച്ചു തരാം. അശ്വിതൻ വന്നിട്ട് നമ്മള് പരിപാടി കഴിഞ്ഞു. നമ്മള് ഡാൻസ് ഒന്നും ഇന്ന് പ്രാക്ടീസ് തന്നെ ചെയ്ത് നോക്കിയിട്ടില്ല. പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുണ്ട്. അവിടെ പരിപാടി നടക്കുന്നുണ്ട്. 2 ഡാൻസ് ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത പ്രാക്ടീസ് ചെയ്യാം. മുണ്ട് ഉടുക്കി കളിക്കണം, ഉടുത്ത് കളിക്കണം. അത് ഇങ്ങനെ എടുക്കണം. അപ്പൊ ഞങ്ങളൊക്കെ കളിച്ചോട്ടെ. ചേച്ചി കളിക്കണ്ടല്ലോ.
എപ്പ പഠിച്ച് ഇപ്പോഴാണ് ചെക്കന് മുന്നേ കിട്ടിയത്. ഇപ്പോഴും നമ്മുടെ ഡാൻസിന് വേണ്ടി ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരുടെ പാട്ട് കഴിഞ്ഞിട്ടൊന്ന് കളിക്കാനാണ്. ഉണ്ടാവുന്നറിയില്ല, നമ്മൾ കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. والله خوش رقصة يا اخي دوس دوس عندي خوش فصلة يا اخي تفوز تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها الصبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك هيل خليك شديد عطني رقصة الفريسة زيد عليها شوي عندي بيزة حق المحتار اللي نعرفه صيده سوي لي وقفة دانا هيبة عيل سوي رقصة بياض يبلي واحد كرك يلا بياض طق سيارة بوليس يلا يلا سوي لي رقصة ثانية رقصة البطريق ولا 6 يا اخي തുഞ്ചാരത്തുള്ള കൊമ്പത്തെ പമ്പത്തി അറിവളോ പണ്ട് ആദാമിനെ കൊണ്ടാപ്പിട് തീറ്റിച്ച പെണ്ണിവളോ അന്നേ ആണിന്റെ വാരിയൽ ഊരിക്കാൻ വന്നൊരു പെണ്ണിവളോ దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగ పక్కం చూడుడా దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగ పక్కం చూడుడా எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டா சக்தி எல்லாம் ஒன்று சேர்ந்தாரே சொர்க்கம் வரும் இந்த மண்ணிலே ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. மம்மி வீட்டில் இல்ல தட போட யாரும் இல்ல விளையாடு போமா உள்ள வில்லாடா மைதானம் தேவையில்ல அம்பயரும் தேவையில்ல யாருக்கும் தோல்வி இல்ல வில்லாடா എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ.
ഡാൻസ് കളിച്ചു കഴിഞ്ഞു. എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട് ഡാൻസ്? ഞാൻ വിചാരിച്ച പിള്ളേരെ കൊണ്ടുപോയിരുന്നു. ആ ഞാനല്ല വിചാരിച്ച പിള്ളേര് എന്ത് കളിയാ. ഇത് ഞങ്ങൾ അവിടെ നോക്കുമ്പോ ഞങ്ങൾ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണൊരു കോൺഫിഡൻസ് ആയത് ഇപ്പൊ കളിച്ചപ്പോഴാ. എല്ലാരും ചോദിക്കുന്നുണ്ട് സംഭവത്തിന് തന്നെയാണോ അത് വേറെ പഠിക്കണ്ടോ? വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണേ ഇത് കളിക്കാതെ ഞാൻ പറയാം. ട്രെയിലർ മാത്രം. സംഭവത്തിന്റെ ഇതിന് ടഫ് സ്റ്റെപ്പാട്ടാ. ടഫ് ഒന്നല്ല, ഇതിപ്പോ ഒരു പാട്ടില് 2 പാൽ. നേരത്തെ വരണ്ടേ? ഇതെന്റെ വ്ളോഗാ, യൂട്യൂബിൽ വരട്ടത്. പറഞ്ഞതേ. അപ്പൊ നന്നായി കളിച്ചല്ലേ, സൂപ്പറായി. ഞങ്ങള് ഫുഡ് കഴിച്ചാ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. എന്ത് അവിടെ ഉണ്ട്, ആ സൈഡിലുണ്ട്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ ആദ്യം ഇരിക്കാതെ ഫോട്ടോ എടുത്തിട്ട് വരാം. ജ്യൂസ് കുടിച്ചാ? ജ്യൂസ് കഴിഞ്ഞാ? ഭയങ്കര മിസ്റ്ററാ. മിസ്റ്റർന്ന് അവൻ എല്ലാവരോടും ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചാ എപ്പോഴാ വന്നേന്ന്? നീ ഞങ്ങളല്ലേ ചോദിക്കണ്ടേ എപ്പോഴാണ്? എപ്പോഴാ വന്നേ? ഞാനത് ചോദിക്കണ്ടേ? എന്റെ വീട് തൊട്ടപ്പുറത്തോട്ടെ. എങ്ങനെയുണ്ട് ഡാൻസ്? വേണ്ട, ഞാൻ വിളിച്ചു പോയിന്ന്. രാജകോട് ചോദിക്കാം മുൻപ് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഡാൻസ് എങ്ങനെ ഉണ്ടെന്ന് പറ. അടിപൊളിയായി, നന്നായിരുന്നു. താങ്ക് യു. നന്നായി. പോളിനെവിടെ? കളിച്ച് കളിച്ച് എക്സ്പെർട്ട് ടീമായില്ലോ, ഡാൻസ് ടീമായില്ലോ. അവണ്ട് ഉണ്ടായിരുന്നു. അമ്മൂടെ അഭിപ്രായം ചോദിക്കാം. അമ്മ ഇതില് പറ. ഞാനിവിടെ റിവ്യൂ ചോദിക്കായിരുന്നു. അപ്പൊ അൽജാനാണോ അല്ല അൽവിജാനാണോ എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? പൊളിച്ചു. മുണ്ട് ഇവിടെ നമ്മളെല്ലാരും മുണ്ടിടാന്ന് പറഞ്ഞിട്ട് മുണ്ടെടുക്കാൻ സമയം കിട്ടിയില്ലോ, ബ്ലോക്ക് എത്തിയില്ലേ? യെസ്, സംഭവം ഉഷാറായിരുന്നു. ഡാൻസ് ഫുൾ പവറിലായിരുന്നു. ഞാൻ അടുത്ത പരിപാടി തുടങ്ങണ്ട പറ്റിട്ട് വാട്ടർ ഡ്രം ഉണ്ട്. ഇനി വാട്ടർ ഡ്രം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മേലെ വീണ്ടും റൈറ്റ് വീണ്ടും. അത് നമുക്കില്ല, അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ എന്താന്ന് ആകാംക്ഷയോടെ ആശിതോടെ നോക്കിയേക്കാണ്. റെഡിയാണോ? എന്തായാലും ഒന്ന് ഗസ് ചെയ്യണം എന്നാണ് നമ്മുടെ യൂട്യൂബിന്റെ നിയമം. എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ക്ലൂ കൊടുക്കണം. അത് ഇച്ചിരി കൂടി പോയിട്ട് അതാണ് നീ അടിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. എക്സോട്ടിക് മസ്ക്. ഞങ്ങള് കഥ അറിയോ? എടുത്തു. ഞാനവിടെ എല്ലാം ട്രൈ ചെയ്തു. അല്ല ഇതാണ് ഗൈസ്. അല്ല ചേട്ടാ പറയാം, ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബെസ്റ്റ് സെല്ലർ. അതിന്റെ സെക്കൻഡ് ഇങ്ങനെ സാധനമാണ്. സാധനങ്ങളാണ് ഭയങ്കര ഞാൻ അടിക്ക് പ്രത്യേക രീതിക്കാൻ അടിക്കാത്ത എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞിട്ടാ. 2 ദിവസം താഴെ വെച്ചാൽ മതി പറഞ്ഞിട്ട്. അപ്പൊ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. താഴെ ഫ്രിഡ്ജിലല്ല, അല്ല ഫ്രീസറിലല്ല, ഫ്രിഡ്ജില്. ഇല്ല, കൈമടിക്ക്. ഞാൻ അവിടെ അടിച്ചു. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു.
വേണ്ടി കളിക്കണ്ടേ? വാട്ടർ ഡ്രം എടുത്ത് ഫുള്ള് നനഞ്ഞു. കളിക്കാം ചേട്ടാ. ബൈ ബൈ. കാണാം. കളിക്കാം. വേണ്ട 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 വേണ്ട. ചേട്ടാ അവരെ വിളിക്ക്.
ഇതാണ് ഫ്രഞ്ച് ഓപ്പൻ. ലാസ്റ്റ് ഒന്ന് ഉഷാറാക്കി. ഗൈസ്, കല്യാണത്തിന്റെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിരുന്നു. സീ കേക്ക് ഒരു നമ്മുടെ അവിടുത്തെ സൂപ്പർ അടിപൊളി കേക്കാണ്. ബിപിയ അല്ല കുഴപ്പമില്ല. എന്തായാലും സീ കേക്ക് ഇതാള് കാണില്ല, അവന് മേടിക്കാം. അപ്പൊ ഇതൊരു ചെറിയ പീസ് നമുക്ക് നോക്കാം. വിശക്കുണ്ട്. നമുക്ക് കാണുന്നത് കുറേ ഉണ്ട്. മൊത്തം ലൈനിലാണ് പോളെ കേക്ക് എടുത്തിട്ടാ. പ്ലേറ്റ് വേണ്ട, എവിടെ ടിഷ്യൂ ടിഷ്യൂ അപ്പൊ കൊടുക്കട്ടെ. ടിഷ്യൂ കൊള്ളേ കൊള്ളേ ടിഷ്യൂ ടിഷ്യൂ. ആ കളയല്ലേ കളയല്ലേ കളയല്ലേ. ലൈൻ എക്സ്ട്രാ സെക്കൻഡ് ട്രിപ്പ് വരുന്നുണ്ട്. കിട്ടാത്തവരൊക്കെ ലൈനിൽ നിൽക്കണം. കിട്ടാത്തവര് അവന് പോളിനെ കിട്ടാത്തവര് വരുന്നതാണ്. അത് മനസ്സിലായി. ആ കുട്ടി കിട്ടിയാ കേക്ക് കിട്ടിയാ കിട്ടാ വന്നോണ്ടിരിക്കുകയാണ്. അഞ്ചിലെത്തി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ബ്ലാക്കിൽ കേക്ക് ഒരു പീസ് കൊടുത്തവന്. ബ്ലാക്കിലാട്ടോ. ആരോടും പറയില്ലെന്ന് പറ, ആരോടും പറയില്ലെന്ന് പറ. തീർന്നില്ല, ഇൻഫിനിറ്റി വന്നോണ്ടിരിക്കുകയാണ്. ഇവളെനിക്ക് 3 വട്ടം ബ്ലാക്കിലാട്ടോ. ആരോടും പറയില്ല, ബ്ലാക്കിലാണ്. ലുക്ക നോക്കണ്ട കുറെ നേരമായിട്ട്. ലുക്ക എന്താ നടക്കണേന്നല്ലേ. ഇനിയാണ് യഥാർത്ഥ ടേസ്റ്റിങ്ങിന്റെ സമയം. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സ്ട്രോബെറി മൾബറി ഇല്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നോക്കിയോട്ടെ. ഒഫീഷ്യൽ ആട്ടോ, ഇത് പ്രൊഫഷണൽ ടേസ്റ്റിംഗ് ആണ്. ഇതിങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ മുട്ടിക്കിട്ട ബോണപ്പറ്റീറ്റ് എന്ന് പറയാം. ബോണപ്പറ്റീറ്റ് ഇങ്ങനെ പറയാം. ബോണപ്പറ്റീറ്റ് എന്ന് പറയാം. മോണെ മുട്ടിയില്ലേ? ഗൈസ്, ഇവിടെ വന്നപ്പോൾ നമ്മളൊരു ശംഖ് കണ്ടു. ഞാൻ ആദ്യത്തെ വിചാരിച്ചത് ഇത് ഫേക്കാണ്, പക്ഷെ ഇത് ഒറിജിനലാണ്. ഞാൻ പഠിച്ച് ഇങ്ങനെ വന്നപ്പോ ഇടയ്ക്കൊരു സ്ഥലം വരും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗം ഇങ്ങനെ രാത്രി ആയതുകൊണ്ട് ഇച്ചിരി പ്രശ്നമാണ്. ബാക്കി നാളെ ഇനി അടുത്ത എന്തെങ്കിലും ഉണ്ടോ നോട്ടെ. വേറെ കുറെ സാധനങ്ങൾ ഉണ്ട് ഇവിടെ കാണിക്കാൻ. അത് ഇതിനു വേണ്ടി ഒരു ദിവസം ഇറങ്ങേണ്ടി വരും. സമയം ഉണ്ടാവുന്ന പറയല്ലേ. എന്തായാലും ഒരു ദിവസം കിട്ടിയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാതും കൂടി കാണിച്ചു തരാം. ഈ ഷോട്ടറിനുള്ളിൽ കാണിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കാണിച്ചു. സൗണ്ട് കേൾക്കുമ്പോൾ അറിയില്ല. ഗൈസ്, അപ്പോ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അതായത് നമ്മള് ഫുഡ് കഴിച്ചു. ഗൈസ്, നിങ്ങളെ ഓട്ടംതുള്ളല് കണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയട്ടത്. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോ. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞോളൂ കളിക്കുമെന്ന്. അപ്പൊ ആളപ്പോഴേക്ക് എടുത്തു. ഗൈസ്, അപ്പൊ അതായിരുന്നു ഇന്നത്തെ പരിപാടി. എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റിൽ പറ. ഡാൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറ. സോ അതായിരുന്നു ഇന്നത്തെ പരിപാടി. ക്രിസ്ത്യേച്ചിയുടെ തലേദിവസത്തെ പരിപാടി നമ്മള് കസറി ഉണ്ട്. ഇനി അടുത്തത് സമ്മതം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിന്റെ ഒരു എക്സാം ഉണ്ട്. ഈ വീഡിയോ ഒക്കെ എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ട് വരുള്ളൂ. സോ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ. عندي لك رقصة قوية يا الحبيب، اسمها الصبوحة خطبها نصيب.